എന്ത് ചെയ്യും? തൽക്കാലം ക്രിസ്മസിന് മേടിച്ചു വെച്ചിരിക്കുന്ന വൈൻ എടുത്ത് കുടിച്ച് സന്തോഷിക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. 4 അമ്മ കുറെ നേരം ആയല്ലോ ഈ കലണ്ടറിൽ തൊട്ട് പാമ്പും കോണിയും കളിക്കാൻ തുടങ്ങിയിട്ട്. എന്താ സംഭവം? എടാ, ധനുമാസത്തിലെ തിരുവാതിരയാ. ഈ വീട്ടിലെ പുത്തൻ പെണ്ണിന്റെ ആദ്യ തിരുവാതിരയായി ആഘോഷിക്കേണ്ടതായിരുന്നു. ആരോട് പറയാൻ? ഇവിടെ ആർക്കും അതിലൊന്നും ഒരു ഉത്സാഹവും ഇല്ല. ഓ പിന്നെ തിരുവാതിര ഇവിടെ എന്റെ ആദ്യരാത്രി പോലും നടന്നിട്ടില്ല. ദാഹിക്കുന്ന വേഴാമ്പലിനെ പോലെ ആദ്യരാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആദ്യത്തെ ഭർത്താവ് ഒരുപക്ഷെ ഞാനായിരിക്കും. നീ വല്ലതും പറഞ്ഞോ? അല്ല, ഈ തിരുവാതിരയ്ക്ക് മുമ്പ് നടക്കേണ്ട പല ചടങ്ങുകളും നടന്നിട്ടില്ല എന്ന് പറയുമായിരുന്നു. അതിനു മുൻപ് നടക്കേണ്ട എന്ത് ചടങ്ങിന്റെ കാര്യം നീ പറയുന്നത്? അല്ല, അത് പിന്നെ അല്ല, നിനക്ക് 100 ആയിസ. അമ്മ ഇപ്പൊ നിന്റെ പേര് അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. 60 പവൻ സ്വർണത്തിന്റെ കാര്യം ഓർമ്മ വരുമ്പോഴൊക്കെ ആന്റിന്റെ കാര്യം പറയാറുണ്ട്. അതൊന്നും നല്ല പറച്ചിലായിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ അല്ല മോളെ, ഞാനേ മോൾ ഇവിടെ കയറി വന്നതിന് ശേഷമുള്ള തിരുവാതിരയെ കുറിച്ച് പറയുമായിരുന്നു. അത് ആഘോഷിക്കാതെ പോയത് കഷ്ടമായി. തിരുവാതിര ഒപ്പനൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോ ആഘോഷിക്കേണ്ടതേ ക്രിസ്മസാ. സുമേഷേ, നീ ഒന്ന് വന്നേ. കലാവധി പറ്റിച്ച 60 പവൻ കാരണം എന്റെ വാല് നിന്റെ അമ്മയുടെ അടിയിലായിപ്പോയി. ആ കട ഒന്ന് തീർത്തോട്ടെ മോളെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഈ അംബിക ആരാണെന്ന്. നിന്നെ ഞാൻ പൊറപ്പിക്കും മരുമോളെ. വിട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ അമ്മ എന്ത് വിചാരിക്കും? ബെസ്റ്റ്, അത് നിന്റെ അമ്മയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത്രയും ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ അമ്മയെ പറ്റി അനാവശ്യം പറയരുത്. സ്വർണ്ണാണെന്ന് പറഞ്ഞ് 60 പവന്റെ മുക്കുബണ്ടം വാങ്ങി എന്റെ കഴുത്തിൽ ഇട്ട് തന്നവരവര്. അവരെ പിന്നെ ഞാൻ മണ്ടി എന്നല്ലാതെ മഹാബുദ്ധിമതി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. പഞ്ചരത്നത്തില് ക്രിസ്മസ് ആഘോഷം നടക്കാൻ പോവാ. അവളുമാര് അതിനുള്ള സാധനങ്ങളും മറ്റും വാങ്ങുന്നത് ഞാൻ കണ്ടു. അവര് നടത്തുന്നതിനേക്കാൾ വലിയ ക്രിസ്മസ് ആഘോഷം നമുക്ക് ഇവിടെ നടത്താം. നമുക്കും ചൈനീസ് പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കാം. എന്റെ ദൈവമേ, ഈ വീട്ടിലെ എല്ലാവരും ഇങ്ങനെ മണ്ടന്മാരായി പോയല്ലോ. പടക്കം പൊട്ടേണ്ടതേ അവളുമാരുടെ നെഞ്ചത്താ. ഒരു ചെറിയ പണി കൊടുത്ത് വലിയ ദുരന്തം ഉണ്ടായാലേ ഇരട്ടകളുടെ ട്രെയിനിങ് മുടങ്ങും. ഒരു വെടിക്ക് 2 പക്ഷി. അതാ എന്റെ ലക്ഷ്യം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.